ഒരു ദിവസം ഒരു യുവാവ് ജീവിതത്തിൽ നിറയെ പ്രശ്നങ്ങൾ അനുഭവിച്ച് ഉപദേശത്തിനായി ഒരു സന്യാസിയെ സമീപിച്ചു. അവൻ ചോദിച്ചു, സ്വാമി, ഞാൻ എന്ത് ചെയ്തിട്ടും ജീവിതത്തിൽ വിജയിക്കുന്നില്ല. ഞാൻ എവിടെ ചെന്നാലും പരാജയപ്പെടുന്നു. എന്നെ ആരും വിലമതിക്കാറില്ല. വിജയിക്കാനായി ഞാൻ എന്ത് ചെയ്യണം? സന്യാസി അതിനു മറുപടി പറഞ്ഞില്ല. പകരം ഒരു പഴയ കല്ല് അവന് നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ കല്ല് നീ കൊണ്ടുപോവുക. ഇത് ഇഷ്ടപ്പെടുന്നവരെ കാണിക്കുക. പക്ഷേ വില പറയുമ്പോൾ ആദ്യം പറയുന്ന വിലക്ക് തന്നെ വിറ്റുകളയരുത്. അങ്ങനെ ഏതാനും ആളുകളെ കാണിച്ചതിനുശേഷം തിരിച്ചുവരൂ. ആ യുവാവ് ആ കല്ലുകൊണ്ട് നഗരത്തിലേക്ക് പോയി. മോതിരം വിൽക്കുന്ന കടയിൽ പോയപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഇത് വളരെ മനോഹരമായ കല്ലാണ്, ഇതിന് ഞാൻ 1000 രൂപ തരാം. പിന്നീട് അയാൾ പോയത് ഒരു രത്നവ്യാപാരിയുടെ അടുത്താണ്. അയാൾ പറഞ്ഞു, ഇത് വളരെ ശ്രേഷ്ഠമായ കല്ലാണ്, ഇതിന് ഞാൻ 25,000 രൂപ തരാം. പക്ഷേ യുവാവ് അത് അവിടെ വിറ്റില്ല. പിന്നീട് യുവാവ് പോയത് പുരാവസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയിലാണ്. കടക്കാരൻ പറഞ്ഞു, ഇത് വെറും കല്ലല്ല, ഇത് ഒരുതരത്തിലൊരു വിലയേറിയ റൂബിയാണെന്ന് തോന്നുന്നു. ഞാൻ 1,00,000 രൂപ തരാം. അതും അവൻ നിരാകരിച്ചു. പിന്നെ അവൻ വീണ്ടും സന്യാസിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. സ്വാമി, ഇതൊരു സാധാരണ കല്ലല്ല, ഇതിന് വലിയ വിലയുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനേ, അതാണ് ഉത്തരം. നീ സ്വയം വെറും കല്ലാണെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിൽ എല്ലാവരും നിന്നെ വിലയില്ലാതെ കാണുന്നത്. പക്ഷേ ശരിയായ സ്ഥലം, ശരിയായ സമയത്ത്, ശരിയായ രീതിയിൽ നീ നിന്നെ അവതരിപ്പിച്ചാൽ നിന്റെ മൂല്യം അവിശ്വസനീയമായിരിക്കും. നിന്റെ ജീവിതം സ്വർണം പോലെ തിളങ്ങും. തന്റെ മൂല്യം മനസ്സിലാക്കാതെ ഒരാൾ വിജയിക്കില്ല. സ്വയം വിശ്വസിച്ചവരെയാണ് ലോകം വിലമതിക്കുന്നത്. നിനക്ക് നിന്റെ വില അറിയണം. പിന്നെ ലോകം അതിന് മൂല്യം നൽകും. വെറുതെ മറ്റുള്ളവർ വില കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നു പറഞ്ഞ് നിന്റെ വിലപ്പെട്ട സമയം കളയരുത്. നീ അറിയണം നീ ആരാണെന്ന്. അപ്പോൾ ലോകത്തിന് മനസ്സിലാകും നിന്റെ വില എന്താണെന്ന്.